ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇത് വളരെ ആസൂത്രിതമായി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്. അതിൽ ഇന്ത്യയെ ആരോപണ മുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വികാരം അവിടെ ആളിക്കത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നത്. അതിൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്കിലും പ്രവൃത്തിയിലും ബംഗാൾ ഉൾക്കടലിലും ഓരോ വിധത്തിലും ആ രാജ്യത്തിനുള്ളിൽ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തെരഞ്ഞു പിടിച്ച് നടക്കുന്ന ഈ ആക്രമണങ്ങളും അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി നടക്കുന്ന അതിനെ ആളിക്കത്തിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ കെട്ടടക്കുക എന്നത് എത്രമാത്രം ശ്രമകരമായിട്ടുള്ള ദൗത്യമാകും? ഇതിൽ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? നമുക്കറിയാം, എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായാൽ ആദ്യം തന്നെ ആ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും, ആ യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് എന്ന് അവകാശപ്പെടുന്നത് ട്രംപാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ളൊരു ആഗ്രഹം ട്രംപ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആരൊക്കെയോ ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ അതിനെ ശമിപ്പിക്കുക എന്നത് ഉത്തരവാദിത്തം ആരുടേതാകുന്നു? അതിനുള്ള സാധ്യതകൾ താങ്കൾ എങ്ങനെ കാണുന്നു? ഒന്നാമത് നമ്മൾ കാണേണ്ട കാര്യം, ബംഗ്ലാദേശോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ കൂടെ പാകിസ്ഥാനോ ചേർന്ന് ഇന്ത്യക്കെതിരായിട്ടൊരു ആക്രമണമൊന്നും ഒരു കാരണവശാലും അവരാലോചിക്കത്തില്ല, സ്വപ്നത്തിൽ പോലും. അതിന്റെ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക ശക്തി തന്നെ. അപ്പൊ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഒരു കാരണവശാലും ഇന്ത്യക്കെതിരായിട്ടൊരു സൈനികമായ നീക്കത്തിന് തയ്യാറാവില്ല. ഇവിടെ അവർക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നതാണ് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ഈ ഹാദി എന്ന് പറയുന്ന ഒരു ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ആളിനെ കൊലപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ വിരുദ്ധത കൂടുതൽ ശക്തമാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കൊന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണം ഉണ്ടാവും. അപ്പൊ അത് വീണ്ടും അത് കാണിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധത വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ശക്തികൾ ഉണ്ട് ലോകത്ത്. മാധ്യമങ്ങൾ പോലും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ വലിയ പ്രക്ഷോഭം ഈ ഹിന്ദുവിനെ ചുട്ടുകരിച്ച സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ബോധപൂർവം വലിയ പ്രചരണം നടക്കുകയാണ്. ഇന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അത് തള്ളിക്കളയേണ്ടി വന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പോ അവിടെ നമുക്കെതിരായിട്ട്, ഇന്ത്യക്കെതിരായിട്ട് ഒരു അയൽ രാജ്യത്തെ കൂടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. ആ സാഹചര്യത്തെ പരമാവധി മുതലെടുത്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധതയുടെ അടിത്തറയിൽ ആ രാജ്യത്തെ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ടാവും. ആ ശക്തികൾ ആരാണെന്ന് നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും ആ ശക്തികൾ ഇനിയും, അതായത് ഇന്ത്യ വിരുദ്ധത പറയുന്ന ഇനിയും ബാക്കിയുള്ള പല നേതാക്കളെ കൂടി വേണമെങ്കിൽ ഈ പറയുന്ന ശക്തികൾക്ക് കൊല്ലുകയും അതിന്റെയൊക്കെ ഉത്തരവാദിത്വം വേണമെങ്കിൽ ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടുന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരു അവസരമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന അയൽ രാജ്യത്തെ തിരിക്കാനും നമ്മൾ ഇവിടെ ഭൂതന്ത്രപരമായി ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശത്ത് നമുക്കെതിരായി നീക്കം നടത്താനും വേണ്ടിയിട്ടുള്ള അവസരം പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അതെല്ലാം കൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ഇവിടെ സമചിത്തതയോടെയാണ് ഇതുവരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യത്തെ ശത്രുപാളയത്തിലേക്ക് എത്തിക്കുന്നതിന് ഒട്ടും താല്പര്യമുള്ള രാജ്യമല്ല ഇന്ത്യ. എന്ന് മാത്രമല്ല, അത് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നിർവീര്യമാക്കാനുള്ള കരുത്തും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ചിക്കൻ നെക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചിന്തയൊന്നും ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്തിന് ഉണ്ടാവില്ല. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കഴിഞ്ഞ ഒരു 20-25 വർഷത്തിലേറെയായി ഇന്ത്യൻ അതിർത്തിയിൽ, അതായത് കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഇന്ത്യ ചൈന അതിർത്തിയിൽ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ, അതായത് നമുക്കറിയാം, നമുക്ക് ചൈനയുമായിട്ട് തർക്കങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ അതിർത്തികൾ വളരെ ശക്തമായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് 2020 ഗാൽവൻ സംഭവത്തിന് ശേഷം അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന് ആരുടെ ഒത്താശയുമില്ലാതെ സംരക്ഷിക്കാനുള്ള കരുത്തുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ കഴിയുന്ന കാര്യം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ മാതിരിയുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അതായത് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ തന്നെ വധിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുകളിൽ വേണമെങ്കിൽ ഉത്തരവാദിത്വം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ശത്രുത അവിടുത്തെ ജനങ്ങളിൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഒന്നാമത് നടക്കും. ഇതിന്റെ എല്ലാം ഗുണഭോക്താവായിട്ട് മാറുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനയായിരിക്കും. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് ആ രാജ്യം നേടിയെടുത്തിട്ടുള്ള ഈ സെക്യുലർ ആയിട്ടുള്ള ചിന്തകളും ആ രാജ്യം നേരിട്ടുള്ള സാമ്പത്തിക പുരോഗതിയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഒരു തീവ്രവാദ രാഷ്ട്രമായി മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ സാധിക്കും. അതിലൂടെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്ത്
നമുക്ക് ഈ എന്താണ് ശരി, സൈനികമായ ഇന്ത്യയെ സംഘർഷമോ ശരി, ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയും, അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ത്യയുടെ മഹാരാജ്യത്തിനുണ്ട് എന്നതാണ് ശ്രീ ജോസഫ് ആന്റണി വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ